കപ്പിൾസ് ഇൻ ആഫ്രിക്ക എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോകളിൽ നിങ്ങൾ തന്ന എല്ലാവിധ പിന്തുണയ്ക്കും ആയിരം നന്ദി. മെസറാനി സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണ് ഇത് വരുന്നത്. കഴിഞ്ഞ 2ാമത്തെ എപ്പിസോഡിൽ നിർത്തിയ അവിടെ നിന്ന് തുടങ്ങി നമ്മളിനി മസായ് മ്യൂസിയത്തിലേക്കുള്ള യാത്രയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. സൂപ്പേ എന്നാൽ മസായ് ഭാഷയിൽ സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അവരത് സുഖമാണെന്ന് എപ്പെ എന്ന് പറയും. ഇനി മസായ്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈൽ നദീതീരത്തിൽ താമസിച്ചിരുന്ന ഒരു ട്രൈബൽ വർഗമായിരുന്നു മസായ്മാർ. അവർ പിന്നെ ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് വരികയും ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് കെനിയയിലും താൻസാനിയയിലുമാണ്. കെനിയയിൽ ഏകദേശം 1,200,000, താൻസാനിയയിൽ ഏകദേശം 800,000 പോപ്പുലേഷൻ ഉണ്ട് ഇവരുടെ. ഇനി അവരുടെ ജീവിത രീതികൾ വളരെ പ്രത്യേകതരമാണ്. പ്രാചീന രീതിയിലാണ് ഇപ്പോഴും അവർ താമസിക്കുന്ന ഒരു വിഭാഗം, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ആ മ്യൂസിയത്തിൽ നിന്ന് കാണാവുന്നതാണ്. എന്നാൽ അവരുടെ 2 കാര്യങ്ങൾ പറയാം. ഇത് അവരുപയോഗിക്കുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ പേര് മസായ് ഷൂക്ക എന്ന് പറയും. ഇതിങ്ങനെ അവർ ദേഹത്ത് ചുറ്റുകയും അടിക്കൂടെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഇതാണ് മസായ് ഷൂക്ക. ഇതിൻ്റെ പേരാണ് റുങ്കു. ഇത് അവരുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പം ഇത് ഇത്രയും നീളമുള്ളത് കൂടുതൽ അവരുടെ എൽഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് അഡൾട്ട്സ് കുറച്ച് ചെറുതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് കെനിയയിൽ മസായ് ഒളിമ്പിക്സ് ഒക്കെ ഉണ്ട്. അവിടെ ഇതിൻ്റെ കോമ്പറ്റീഷനും ഏറ്റവും കൂടുതൽ ദൂരെ എറിയുന്ന കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമ്മൾ മസായ് മ്യൂസിയത്തിനകത്ത് നിന്ന് കാണാം. അപ്പം ഐശ്വര്യ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഐശ്വര്യയാണ് ക്യാമറയ്ക്ക് പുറകിൽ, അതുകൊണ്ടാണ് ഐശ്വര്യ ഇന്ന് ഇവിടെ കാണാത്തത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അകത്തുനിന്ന് കാണാം. മ്യൂസിയത്തിന് അകത്തേ കടന്നാൽ ഇരുട്ടാണ്. ഓട്ടോമാറ്റിക് മോഷൻ ഡിറ്റക്ടർ സംവിധാനമുള്ള ലൈറ്റിംഗ് സിസ്റ്റമാണ് അകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനായി മസായി ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ഗൈഡും നമ്മളോടൊപ്പം അകത്തേക്ക് വരും. ഞങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂടെ കൂടിയത് ഷൊങ്കോണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് മസായിമാരുടെ ഹട്ട് അല്ലെങ്കിൽ വീടിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ സ്ട്രക്ചറാണെന്നാണ്. മസായിമാരുടെ വീടുണ്ടാക്കുന്ന ചുമതല സ്ത്രീകൾക്കാണ്. മണ്ണും പശുവിൻ്റെ ചാണകവും പുല്ലും വെള്ളവും ചേർന്ന മിശ്രിതം മുള്ളുള്ള അക്കേഷ്യയുടെ ചില്ലകളിൽ തേച്ചുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. പുറമേ ചെറുതെന്ന് തോന്നുമെങ്കിലും അകത്ത് ഒരു വീടിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയതാണ് ഈ ഹട്ട്. ഒരു ഹട്ട് പൂർണ്ണതയിലെത്തിയ രൂപമാണ് ഇനി നമ്മൾ കാണുന്നത്. തുടക്കത്തിലെ ആ ചെറിയ വാതിലോട് കൂടിയ റൂം പശുക്കുട്ടികൾക്കും ആട്ടിൻകുട്ടികൾക്കുമുള്ള വിശ്രമ കേന്ദ്രമാണ്. അവ വലുതായാൽ പിന്നെ അവയ്ക്കു സ്ഥാനം വീടിന് പുറത്താണ്. പാചകം ചെയ്യാനും കിടക്കാനുമുള്ള സൗകര്യം അകത്ത് ക്രമീകരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ചെറിയ വെന്റിലേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. എന്തെന്നാൽ അകത്തിരുട്ടാകുമ്പോൾ പുറത്തുനിന്നുള്ള പ്രാണികൾ അകത്തേക്ക് കടക്കുകയില്ല എന്നുള്ളതിനാലാണ്. തായ്മാരുടെ ഭക്ഷണത്തിലെ പ്രധാന ഘടകങ്ങളാണ് പശുവിൻ പാലും അതിൻ്റെ രക്തവും. പശുവിനെ പിടിച്ചു നിർത്തി അതിൻ്റെ കഴുത്തിനു ചുറ്റും വരിഞ്ഞു കെട്ടിയ ശേഷം ചെറിയ വില്ലുകൊണ്ട് അടുത്തുനിന്നും അമ്പെയ്താണ് രക്തമെടുക്കുന്നത്. എന്നാൽ കഴുത്തിലെ കെട്ടഴിക്കുമ്പോൾ തന്നെ രക്തപ്രവാഹം നിലച്ച് പശു പൂർവ്വസ്ഥിതിയിലാകും. ഈ സ്ത്രീകൾ അവരുടെ പ്രായത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളോടുകൂടിയ ഷൂക്കുകളാണ് ധരിക്കുന്നത്. ആദ്യം കണ്ടത് കുട്ടിയായിരിക്കുമ്പോഴുള്ളതാണ്. ഇത് ചേലാകർമ്മത്തിന് ശേഷമുള്ള ഷൂക്കയാണ്. ചേലാകർമ്മത്തിന് ശേഷം അവർ കറുത്ത നിറപ്പോടുകൂടിയ ഷൂക്കുകളായിരിക്കും ധരിക്കുന്നത്. ചേലാകർമ്മം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ കല്യാണം നടക്കുന്നതായിരിക്കും. കല്യാണശേഷം അവർ വ്യത്യസ്ത കളറോടുകൂടിയ ഷൂക്കുകൾ ധരിക്കുന്നതായിരിക്കും. 1960 മുമ്പ് ആടുമാടുകളുടെ തോലുകളായിരുന്നു അവർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ആ സ്ഥാനത്തേക്കാണ് മസായ് ഷൂക്കുകൾ കടന്നു വന്നത്. മസായി സ്ത്രീകളെ പോലെ തന്നെ മസായി പുരുഷന്മാരും അവരുടെ പ്രായത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിറത്തിലുള്ള ഷൂക്കുകൾ ധരിക്കുന്നുണ്ട്. പുരുഷന്മാർ സ്ത്രീകളെ പോലെ അവരുടെ പരിച്ഛേദനം കഴിഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിലുള്ള ഷൂക്കുകളായിരിക്കും ധരിക്കുന്നത്. മസായ് വാര്യറായി കഴിയുമ്പോൾ പിന്നെ അവർ മുടി നീട്ടി വളർത്തി കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും കയ്യിലൊരു ആരോയും ഒരുപാട് ആഭരണങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. പിന്നീട് കുറച്ചുകൂടെ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രരീതി കുറച്ചുകൂടെ ചേഞ്ചായി മുടിയൊക്കെ വെട്ടി ഒരു രീതിയിലുള്ള ഒരു ജീവിത രീതിയായിരിക്കും. 15നും 16നും വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ പരിച്ഛേദനത്തിന് വിധേയമാകണം എന്നാണ് അവരുടെ ആചാരം. പരിച്ഛേദനത്തിന് വിധേയനാവുമ്പോൾ കരയരുത് എന്നുള്ളത് മറ്റൊരു ആചാരവുമാണ്. പരിച്ഛേദനം നടക്കുന്ന മസായി കരയാതിരിക്കാനായി തൊട്ടടുത്തായി ആടുകയും പാടുകയും ചെയ്യും. ഇതതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. സ്ഥലങ്ങളിൽ മസായി സ്ത്രീകൾ ചേലാകർമ്മത്തിന് വിധേയമാകുമായിരുന്നു. എന്നാൽ ഇന്ന് അത് നിർത്തലാക്കിയിരിക്കുകയാണ്. ആടുമാടുകളെ മേയിച്ച് ക്ഷീണിതരായി വരുന്ന മസായിമാർ അവരുടെ സന്തോഷം കണ്ടെത്താനായി ഒത്തുകൂടുന്ന സ്ഥലത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഇനി നമ്മൾ കാണുന്നത്. ഇവിടെ ഇരുന്നവർ ലോക്കൽ ബിയർ മദ്യപിക്കുകയും അതോടൊപ്പം തേനൊക്കെ സംഭരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തീയിൽ ചുട്ട മാംസാഹാരമാണ് അവർ പൊതുവെ കഴിക്കുന്നത്. അതിനായി ഉപയോഗിക്കുന്ന സ്റ്റിക്കുകളാണ് ഈ കാണുന്നത്. കുടിക്കാനായി വെള്ളവും ലോക്കൽ ബിയറും സൂക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള കുടം അവർ സൂക്ഷിക്കുന്നത്. ഇതൊരു മസായ് വാരിയറിൻ്റെ രൂപരേഖയാണ്. അവർ പൊതുവെ കുന്തവും ഷീൽഡുമാണ് ഉപയോഗിക്കുന്നത്. ഇത് അവരുടെ മറ്റായുധങ്ങളാണ്.
ഇനി നമ്മൾ ഇവിടെ കാണുന്ന ഓരോ ഉപകരണങ്ങളും മസായിമാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അവിടെയായിരിക്കുന്ന ആ വെള്ള നിറത്തിലുള്ള ദണ്ട് അവരുടെ ചീഫ് ഉപയോഗിക്കുന്ന വടിയാണ്. മസായിമാരുടെ പ്രത്യേകത അവരുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. മസായിയുടെ സ്പെല്ലിംഗ് MAASAI ആണ്. മാ എന്നതാണ് ഇവരുടെ ഭാഷ. ഇവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എങ്കായി എന്നതാണ് ഇവരുടെ ദൈവം. ആടുമാടുകളെ വളർത്തുന്നതാണ് മസായിമാരുടെ സമ്പാദന രീതി. ആയതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വന്യമൃഗങ്ങളെ കൊല്ലുന്ന ഒരു പ്രവണത പണ്ട് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മസായി വാര്യറാകണമെങ്കിൽ ഒരു സിംഹത്തെ കൊല്ലണമെന്നും ഇവരുടെ ഇടയിൽ ആചാരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സിസ്റ്റമൊക്കെ മാറിയിരിക്കുകയാണ്. ഇന്ന് വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം ഗവൺമെൻറ് തന്നെ നൽകുന്നുണ്ട്. മസായി പുരുഷന്മാർ സ്ത്രീകൾക്ക് അങ്ങോട്ട് സ്ത്രീധനം നൽകിയാണ് ഇവിടെ കല്യാണം നടക്കുന്നത്. സ്ത്രീധനമായി നൽകുന്നത് പശുക്കളെയും ആടുകളെയുമാണ്. മസായിമാർ തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ കാണുന്നത്. ഈ കാണുന്നവയെല്ലാം മസായി ഹട്ടിൻ്റെ പൂർണ്ണതയെത്തിയ രൂപങ്ങളാണ്. ഈ ഹട്ടുകളെല്ലാം അവർ അവരുടെ ആഭരണങ്ങൾ വിൽക്കാനായി ഉപയോഗിക്കുന്ന ഷോപ്പുകളാണ്. മസായി മ്യൂസിയത്തിന് തൊട്ടടുത്തായിട്ടാണ് അറൂഷയിലെ അല്ലെങ്കിൽ താൻസാനിയയിലെ തന്നെ ഏക വിഷചികിത്സാ കേന്ദ്രം നിലനിൽക്കുന്നത്. ഇവിടെ 4 മുറികളാണുള്ളത്. ഇവിടെ ആര് വന്നാലും ഫ്രീ ചികിത്സയാണ് നൽകുന്നത്. ഇത്തിരി സമയം കിട്ടിയപ്പോൾ എനിക്ക് അവിടുത്തെ സിസ്റ്ററുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ്ലാക്ക് മാമ്പയുടെ കടിയേറ്റാൽ പോലും ഇവിടെ അതിന് ചികിത്സയുണ്ടെന്നാണ്. ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ടീമാണ്. അവിടെ ക്യാമൽ റൈഡിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ കയറുന്ന സമയത്ത് വളരെ എളുപ്പമെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് കയറിയതിന് ശേഷം അത് ഉയരുമ്പോൾ നമുക്ക് അല്പം പേടിയാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞങ്ങളുടെ മുഖത്ത് തന്നെ അതിൻ്റെ പാവവും പേടിയും ഭയവും ഒക്കെ കാണാൻ കഴിയുന്നതാണ്.